Hi guys, welcome to Hyatt Regency. ഹായ് ഗൈസ് ഗുഡ് മോർണിംഗ്. ഞാൻ എത്ര തവണ പറഞ്ഞു ഗുഡ് മോർണിംഗ് പറയണം എന്ന്. അതെന്താ അറിയോ, എല്ലാ വ്ളോഗിലും ബിന്ദുവല്ലേ ആദ്യം ഇൻട്രൊഡക്ഷൻ, അതുകൊണ്ട് ഞാൻ എനിക്ക് മറന്നുപോയി. ഓക്കെ, സോ ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. നമ്മൾ ട്രിവാൻഡ്രത്ത് വന്നിരിക്കുകയാണ്. ആൻഡ് ദിസ് ട്രിവാൻഡ്രം ഇസ് ഗോയിങ് ടു ബി വെരി സ്പെഷ്യൽ. കാരണം നമ്മുടെ വേദുവിന്റെ പെരുന്നാളാണ്. ആ പെരുന്നാള് പ്രിയക്ക് നിർബന്ധമായിരുന്നു പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോയി തൊഴണം എന്നുള്ളത്. സോ ആ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടി നമ്മൾ ട്രിവാൻഡ്രത്ത് വന്നിരിക്കുവാണ്. അമ്മ തെറ്റിച്ചോണ്ടാ, അമ്മ തെറ്റിച്ചതാ അത്. അപ്പൊ ഞാനിപ്പോ ചേച്ചിയുടെ വീട്ടിലാണ്. ഞങ്ങൾ ഒന്ന് ഇവിടുന്ന് റെഡി ആയിട്ട് നമ്മൾ ഇത് വേറെ ഒരു സ്പെഷ്യൽ കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് കൊച്ചിയിലെ അബ്സല്യൂട്ട് ഫേവറേറ്റ് പ്രോപ്പർട്ടിയാണ് ഗ്രാൻഡ് ഹയാത്ത്. നമ്മൾ ട്രിവാൻഡ്രത്ത് ഒരു ഹയാത്തിൽ വന്നിട്ട് ഇതുവരെ താമസിക്കാൻ പറ്റിയിട്ടില്ല. സോ നമ്മുടെ താമസം ട്രിവാൻഡ്രം ഹയാത്തിലായിരിക്കും. വെരി എക്സൈറ്റഡ് അബൌട്ട് ദാറ്റ്. വേറൊരു കാര്യം അറിയോ, കേരളത്തിൽ ഓൺലി ഹോട്ട് പോട്ട് കിട്ടുന്ന റെസ്റ്റോറന്റ്, പ്രോപ്പർ ഹോട്ട് പോട്ട് കിട്ടുന്ന ചൈനയിലുള്ള ഷെഫ് ഉള്ള റെസ്റ്റോറന്റ് ഇവിടുത്തെ ഹയാത്തിലാണ്. സെയിം എന്നാ പറയുന്നത്, ബീജിംഗ് കണ്ട ഷെഫ് എന്ന് പറയുന്നത്. സോ വെരി എക്സൈറ്റഡ്. നല്ല ഫുഡും നല്ല സ്റ്റേയും നമുക്ക് ഹയാത്തിന്റെ റിവ്യൂവും എല്ലാം കൂടെ ആയിട്ട് ട്രിവാൻഡ്രം അടിച്ചു പൊളിക്കാം. നമ്മളെ കൊച്ചിന്ന് ട്രിവാൻഡ്രത്ത് വരുമ്പോ ആദ്യമേ നോട്ടീസ് ചെയ്യുന്നത് ഇവിടുത്തെ റോഡിന്റെ കണ്ടീഷൻസും രീതിയാ. കൊച്ചി വെച്ച് നോക്കുമ്പോ ദിസ് ഇസ് ഫാർ ബെറ്റർ. ഞങ്ങൾ പോകുന്ന ഏരിയയിലൊക്കെ കേട്ടോ ട്രിവാൻഡ്രത്ത് റോഡ്സിന്റെ വീതി ആണെങ്കിലും ഈവൻ കമ്പാരിറ്റീവ്ലി ട്രാഫിക് ഒക്കെ ഒരു സിറ്റിയിലൊക്കെ കമ്പാരിറ്റീവ്ലി കുറവാണ്. ആക്ച്വലി എനിക്കൊന്ന് ഡ്രൈവ് ചെയ്യാൻ കുറച്ചും കൂടെ സുഖം ട്രിവാൻഡ്രം ആണെന്ന് തോന്നുന്നു കൊച്ചി വെച്ച് നോക്കുമ്പോ. സിറ്റിയുടെ നടുക്കുള്ള പ്രോപ്പർട്ടി നോക്ക്, ഹയാത്ത് റീജൻസി. വാട്ട് എ ലൊക്കേഷൻ, വാട്ട് എ ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടി. ഇത്രയും ഗ്രീനറി സിറ്റിയുടെ നടുക്ക്. ശരിക്കും ഐ എം ഷോക്ക് ബൈ ദ പ്രോപ്പർട്ടി. സിറ്റിയുടെ നടുക്ക്. ഇത് പഴയ താജ് ആയിരുന്നു എന്ന് തോന്നുന്നു. പ്രിയ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതെനിക്ക് താജ്, ഞാൻ പണ്ട് താജ് കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് താജ് അല്ലേ ഇതിനപ്പോഴാണ് പറഞ്ഞ ഹയാത്ത് എടുത്തു. ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടി. ഞാൻ ഫസ്റ്റ് ടൈം ആണ്, താജിലും വന്നിട്ടില്ല ഹയാത്തിലും വന്നിട്ടില്ല. സിറ്റിയുടെ നടുക്ക് വഴുതക്കാടാണ്. ആൻഡ് ബാക്കിയൊക്കെ നമുക്കൊന്ന് പോയി ചെക്ക് ഔട്ട് ചെയ്യാം. ഒരാൾ ഓൾറെഡി ഹയാത്ത് പറഞ്ഞപ്പോ ഓടി കേറിയിട്ടുണ്ട്. ആ കൊള്ളാലോ. മുണ്ട് ഉടുക്കാത്ത ആൾക്ക് എന്തിനാ ഫുഡ്? എന്തൊരു, ഇറ്റ്സ് ലൈക്ക് ഓൾ മാർബിൾ അല്ലെ, ഫ്ലോർ ടു സീലിംഗ് മാർബിൾ. ശരിക്കും ഹയാത്തിന്റെ ക്ലാസ് ഒരു സെപ്പറേറ്റ് ക്ലാസ്സാ. കയറി വരുമ്പോ ഒരു ഓറിയന്റൽ കിച്ചൺ എന്ന റെസ്റ്റോറന്റ്. ഏകദേശം ആ ഒരു ലുക്ക് തന്നെയുണ്ട്. ഐ തിങ്ക് ബിക്കോസ് ഇറ്റ്സ് ബ്രാൻഡ് ന്യൂ ആൻഡ് വെൽ മെയിൻറ്റെയിൻ. 3 yearsലായിട്ടുള്ളൂ. ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടി. എന്ത് വലിയ സ്പേഷ്യസ് ലോബി, ഒരു 24 hours ബേക്കറി, ഒരുപാട് ചെക്ക് ഇൻ കൗണ്ടേഴ്സ്. ജസ്റ്റ് ആബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ. ഇവിടുത്തെ ഡൈനിങ് ഫോളോവേഴ്സ് കുറച്ചുപേര് വന്ന് കണ്ടു, വ്ളോഗ് കാണാറുണ്ട്. വേറെ കാര്യം അറിയോ, ട്രിവാൻഡ്രത്താണ് കൊച്ചി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് വരുന്നത്. ഞാൻ സ്റ്റാറ്റ്സ് എടുത്ത് നോക്കിയപ്പോ ഞാൻ ഷോക്ക്. ഞാൻ സത്യം വിചാരിച്ച കാലിക്കട്ട് ദുബായ് ഒക്കെ ആയിരിക്കും വിചാരിച്ചു. ട്രിവാൻഡ്രോ സെക്കൻഡ്. അത് മാത്രല്ല, അവരിപ്പോ എക്സിബിഷന് പോവാന്ന് ഇവിടെ. അപ്പൊ നിങ്ങളുടെ എക്സിബിഷൻ എപ്പോഴാണ്? ഞാൻ പറഞ്ഞില്ല ട്രിവാൻഡ്രത്ത് നമുക്ക് വെക്കണം. ഞാൻ പറഞ്ഞു ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് അറിയില്ല ഇവിടുത്തെ ക്രൗഡ് എങ്ങനെയാന്ന്. എറണാകുളത്ത് വരുമ്പോ ഷോപ്പിൽ വരാം എന്നൊക്കെ പറഞ്ഞു പോയി. പറ്റിയാൽ എക്സിബിഷൻ ഇറങ്ങ് വരാം. ഓക്കെ, സോ റെസ്റ്റോറന്റ് ഓറിയന്റൽ കിച്ചൺ, അത് നമുക്ക് ഉച്ചയ്ക്കാണ് ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും ബെസ്റ്റ് ഹോട്ട് പോട്ട് ഉണ്ട്. ചൈനയിൽ നിന്നുള്ള ഷെഫ് തന്നെയാണ്. പിന്നെ കൊച്ചിയിലെ ഗ്രാൻഡ് ഹയാത്ത് ഇല്ലാത്തൊരു കാര്യമുണ്ട്. ഫ്രം ചൈന. ഇത് 24 hours ഉള്ള കഫേയാ. കൊച്ചിയിലില്ല, കൊച്ചിയിലെ ഗ്രാൻഡ് ഹയാത്തിലില്ല. 11 മണിയാകുമ്പോ അടയ്ക്കും. 3 മണിയാകുമ്പോ നമുക്ക് വന്ന് കഴിക്കാം. ആൻഡ് കുറെ ഓപ്ഷൻസ് ഉണ്ട്. അതല്ലാതെ പേസ്ട്രീസ് ഉണ്ടല്ലോ, ഇതും 11 o'clock വരെ ഉണ്ട്. പേസ്ട്രീസും ബേക്ക്ഡ് ഗുഡ്സും കോഫിക്കും വേണ്ടിയുള്ള ഒരു സ്ഥലമാണ്. എന്ത് ഭംഗിയാന്നറിയോ പേസ്ട്രീസ് ഒക്കെ കാണാൻ. ആൻഡ് ദെൻ ദേ ഹാവ്, ഇത് നമ്മുടെ മലബാർ കഫേ നമ്മുടെ. പക്ഷെ ഇന്ത്യയിലെ ടോപ്പ് 30 ബാർസിൽ ഒന്ന് ഇവിടെയാണ്. നോട്ട് ഈവൺ കൊച്ചിയിലെ ഗ്രാൻഡ് ഹയാത്തല്ല, ഇന്ത്യയിലെ. വൈകുന്നേരം സൺസെറ്റിന് പോണം എന്ന് പറഞ്ഞു മുകളില്. എന്താ അല്ലേ പ്രോപ്പർട്ടി. അപ്പൊ വെറുതെ അല്ല ഇത്രയും. അല്ല, അതിപ്പോ അടക്കി 11 മണിയാകുമ്പോ രാത്രി.
ഇനി ഐ എം എക്സൈറ്റഡ് ടു സീ സോ മെനി തിങ്സ്. ഇവിടുത്തെ പൂൾ അടിപൊളിയാ, ചൈനീസ് ഫുഡ് എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഹോട്ട് പോട്ട്. ആ വെളിയിൽ പോകുന്നില്ല, അമ്പലത്തിൽ മാത്രം ഇതിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാം. റൂമിൽ പോവാം. ശരിക്കും എനിക്കിതൊരു കേരളത്തിലുള്ള ഒരു പ്രോപ്പർട്ടി പോലെ തോന്നില്ല കേട്ടാ. ഇറ്റ് ഈസ് ജസ്റ്റ് സോ വെൽ മെയ്ഡ്. എല്ലായിടത്തും തിളക്കം. അതാ ഫുൾ മാർബിൾ അല്ല, ടൈലാന്ന് തോന്നുന്നു. അതേപോലെ ഭയങ്കര തിളക്കം. അതാണ് ഒരു ഭയങ്കര ഒരു മോഡേൺ യൂറോപ്യൻ ഫീലാ. എനിക്കൊന്നും അതാ ഭയങ്കര ലുക്ക് ആവുന്നു. ആ പഴയതും ആവില്ല. എങ്ങനെ വൃത്തിയാക്കും? വാക്യൂം ക്ലീനറാ. ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി 5th ഫ്ലോറിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. പൂള് ഭയങ്കര രസം, അത് ഞാൻ കാണിച്ചു തരാം. പക്ഷെ നല്ല വ്യൂ, നല്ല മണവും, എന്ത് ബ്യൂട്ടിഫുള്ളാ. അടിപൊളിയല്ലേ? അതെ, ആദ്യമേ മണം വേണം. അതുകൊണ്ട് നമ്മുടെ ഷോപ്പിൽ വരുന്നവരും എല്ലാരും പറയാറുണ്ട്. നമ്മുടെ ഷോപ്പിൽ പറയാറില്ലേ? വന്ന് കയറിയതും ചെറിയ മഴയായി. ഐ ജസ്റ്റ് ഹാവ് ടു സേ, എന്തൊരു വെൽ മെയിൻറ്റെയിൻഡ് ആണ്. ഹയാത്തിന്റെ ഒരു പാരമ്പര്യം ഉണ്ടല്ലോ, അത് ഇവര് ശരിക്കും ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മുടെ റൂം 514 ആണ്. അവിടെ Hi guys, welcome to Hyatt Regency Trivandrum. Yes. എനിക്ക് മണം അത് മാറുന്നില്ല, മണവും വൃത്തിയും. ഹയാത്തിന്റെ മണം. അതെ. ഓക്കെ, സോ കേറി വരുമ്പോ തന്നെ പ്രിയയുടെ ഫേവറേറ്റ് ആയ മിററുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഹയാത്ത് ഭയങ്കര ഇഷ്ടം. അതെ, എവിടെ പോയാലും വലിയ മിററുണ്ട്. പിന്നെ കേറി വരുമ്പോ ലഗേജ് റാക്ക്, അതും അത്യാവശ്യം സ്പേഷ്യസ് ആണ്. അതെ, ലഗേജ് റാക്കും സ്ലൈഡിംഗ് വാർഡ്രോബ് എല്ലാം ഉണ്ട്. ഹാൻഡ് ബോക്സും ഇതൊക്കെ ഉണ്ട്. പിന്നെ കേറി വരുമ്പോ എന്തൊരു ക്യൂട്ടാന്ന് നോക്ക്. സോ ഹ്യൂജ്. അത് ഷൂട്ട് റൂം അങ്ങനെ ഒന്നും അല്ല. എന്നിട്ട് വരെ ഹയാത്തിന്റെ ബെഡ് അതായിരിക്കുമല്ലോ. നല്ല ഉറക്കമായിരിക്കും. നല്ല രസമായിട്ടുണ്ടത്. ആൻഡ് ദെൻ കേരള ട്രഡീഷണൽ സാധനങ്ങൾ പ്ലസ് നമുക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണെന്ന് അവർ പേഴ്സണലി ചോദിച്ചു. ചോക്ലേറ്റ്സ് ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് നല്ല അടിപൊളി ട്രഫിൾസും പ്ലസ് ഫ്രൂട്ട്സും പിന്നെ ഈ ഒരു സോഫ സെറ്റും അതിൻ്റെ കൂടെ ഈ ഒരു അമേസിങ് വ്യൂവും അതിൻ്റെ കൂടെ ചെറിയ മഴയും. വാട്ട് എ സ്റ്റേ അല്ലേ? സിറ്റിയിൽ വേറെ ഓപ്ഷൻ ഇല്ല. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു കഴിക്കാൻ. അവരിതുപോലെ റീസൈക്കിൾഡ് ബോട്ടിൽസ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇത് എല്ലാ ഹോട്ടൽസും ആക്ച്വലി മസ്റ്റ് ആക്കണം. ഇപ്പം എസ്പെഷ്യലി കേരളത്തിൽ എനിക്കൊന്നും ഒരു എല്ലാവരും ചെയ്യുന്നുണ്ട്. ആൻഡ് ദെൻ യു ഹാവ് യുവർ ബാത്റൂം. ടബില്ല, പക്ഷെ വെരി ക്ലീൻ, ഫുൾ മാർബിൾ പോലെ ടൈൽസിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ബാത്റൂം. ആ, അത്രയും കൂടെ സ്പേസ് കിട്ടി. ഇവിടെ അകത്തെ റൂം ടെമ്പറേച്ചർ കാണിക്കും. യു ഹാവ് യുവർ ലൈറ്റ്സ് ഹിയർ, വലിയ മിറർ, ആൻഡ് ദെൻ നല്ലൊരു ഷവർ ക്യൂബിക്കലും ആൻഡ് നല്ല ഹൈ ക്വാളിറ്റി ടോയ്ലറ്ററീസ് ഒക്കെ ഉണ്ട്. ആൻഡ് നല്ല സോഫ്റ്റ് ഫ്ലഫി ടവൽസ്. ചിലയിടത്ത് എവിടേക്ക് നമ്മൾ പോയപ്പോ ടവൽസ് ഒക്കെ നോട്ടല്ലേ, ചെന്നൈ ഞാൻ പറഞ്ഞില്ലേ മോശമായിരുന്നു. ഇതൊക്കെയാണ് ടവൽ. അതെ, സത്യം. തൊട്ട് നമുക്ക് ഉപയോഗിക്കാൻ തോന്നില്ല, അത്ര സോഫ്റ്റ്. അപ്പൊ കുളിക്കണ്ട 2 ദിവസം. ടിഷ്യൂ വെച്ച് തുടയ്ക്കാം. ഞാൻ ആ ചോക്ലേറ്റ്സ് അതിനെ കഴിക്കട്ടെ. ഇവരുടെ ട്രഫിളൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഈ ഡാർക്ക് ട്രഫിൾ തന്നെ നോക്കട്ടെ. ഭയങ്കര ടേസ്റ്റ്. എനിക്കൊന്നും ഇത് എവിടെയും കിട്ടില്ല, ഇവര് തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും. ചോക്ലേറ്റിന്റെ അകത്ത് ചോക്ലേറ്റ്, ഇതിന്റെ അകത്ത് എന്താന്ന് നോക്കട്ടെ. അതും ചോക്ലേറ്റ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് ആ ഹേസൽനട്ട്, ഒരു ഹൈ ആൻഡ് ഫെറോ റോഷർ ക്രീം പോലെ. ഓറിയന്റൽ കിച്ചൺ കാണുമ്പോൾ എനിക്ക് മുംബൈയിൽ ആക്ച്വലി ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റ് ഉണ്ട്, ഗ്രാൻഡ് ഹയാത്തിൽ. ദാറ്റ്സ് ലൈക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ചൈനീസ് റെസ്റ്റോറൻറ്റ്സ് ഇൻ ഇന്ത്യ. ആ ഒരു ഫീലാണ് ഇതിന്റെ ഒരു ഡെക്കറേഷനും ഡീക്കോറൊക്കെ കാണുമ്പോൾ തോന്നുന്നത്. ബ്യൂട്ടിഫുൾ ഇന്റീരിയേഴ്സ്, അഗെയിൻ റൂഫ്, മറ്റേ വലിയ ടോൾ സീലിങ്സും. അതുപോലെ തന്നെ ഇവിടെ ഒരു ബാർ കൗണ്ടറും ഉണ്ട്. കണ്ട, ഒരു ബ്യൂട്ടിഫുൾ ബാർ കൗണ്ടർ ഉണ്ട്. ഇറ്റ്സ് ജസ്റ്റ് ലക്ഷറി ഇൻ എന്താ പറയുക, പേഴ്സോണിഫൈഡ്. അത്രയും ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ഐ നെവർ എക്സ്പെക്റ്റഡ് ഇത്. ഗോവയിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് ഹയാത്തിൽ.
ഗ്രാൻഡ് ഹയാത്ത് അല്ല, ഇതുപോലെ ഹയാത്ത് സെൻട്രിക്കോ ഹയാത്ത് റീഗൻസി ഉണ്ട്. പക്ഷെ അതൊന്നും ഇതായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. സച്ച് എ ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടി. ആൻഡ് ദ ഷെഫ് ഉണ്ട്. ഷെഫ് ഇസ് ഫ്രം ബീജിംഗ്, ചൈന. തന്നെ ഇത് കണ്ട പ്രൈവറ്റ് ഡൈനിങ് ഏരിയ വിത്ത് ടെലിവിഷൻ. എനിക്കൊന്ന് ക്രിക്കറ്റ് കളിയൊക്കെ ചിലപ്പോൾ അവർ സ്ക്രീൻ ചെയ്യായിരിക്കും ഇവിടെ. ചൈനയിൽ വരെ ഇതുപോലത്തെ സെയിം ഒരു സെറ്റപ്പ് ഉണ്ട്. അതിൻ്റെ ഒരു ബ്ലോഗ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ പീക്കിംഗ് ഡക്കൊക്കെ കഴിക്കുന്നത്. എന്തായാലും അടിപൊളി. ഈ ഫുഡ് ട്രൈ ചെയ്യാം. സ്റ്റാർട്ടർ തന്നത് തന്നെ ഉണ്ടല്ലോ, നല്ലൊരു സ്വീറ്റ് ആൻഡ് സ്പൈസി കാഷ്യൂ, ഒരു സ്പെഷ്യൽ ടൈപ്പ് പപ്പടമാണ്. കാഷ്യൂ ഭയങ്കര ടേസ്റ്റ്, അഡിക്ഷൻ. അതുപോലെ തന്നെ കുറച്ച് നല്ല ഡ്രിങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നല്ല സൂഷി, ദിംസം, ഇതൊക്കെയാണ് സ്റ്റാർട്ടേഴ്സ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അധികം എടുക്കുന്നില്ല, കാരണം ഇത് കഴിഞ്ഞ് നേരെ മസാജ് എനിക്ക് കിട്ടി, പ്രിയക്ക് കിട്ടിയില്ല. അത്രയും റഷ് ഇവിടുത്തെ മസാജിന്. ഒരു സ്ലോട്ട് കിട്ടി, അതിന് എനിക്ക് മാത്രമേ ഉള്ളൂ. സച്ച് ഗോർജിയസ് ലുക്കിംഗ് സൂഷി ആൻഡ് നല്ല ഒരു ബേൺഡ് ഗാർലിക് ചിക്കൻ ഫ്രൈഡ് റൈസ് പറഞ്ഞു. ഇനി ഡിംസംസ് വരാറുണ്ട്, ഒരു ബീഫ് വിത്ത് മഷ്റൂമും വരാറുണ്ട്. ലവ് ദ പ്രസന്റേഷൻ ആൻഡ് ഷുവർലി ദ ടേസ്റ്റ് വിൽ ബി അമേസിംഗ്. എന്തായി സാൽമൺ സൂഷി വലിയ ആളെപ്പോലെ ചോപ്സ്റ്റിക് ഒക്കെ എടുത്താണ്, എല്ലാം കൂടെ തഴയും കുത്തി വീണിട്ട്. നോക്ക് ചൈനക്കാരൻ എങ്ങനെ കഴിക്കുന്നത് നോക്ക്. ആദ്യമേ ചോപ്സ്റ്റിക് എടുത്തത് കണ്ട, ചോപ്സ്റ്റിക് എടുത്ത് എല്ലാം കൂടെ കുത്തി കുറച്ച് ഷേപ്പ്. ഞാൻ ആദ്യമേ ഇത് സാൽമൺ ഒന്നും ഇല്ലാതെ എന്റെ ടേസ്റ്റ് നോക്കട്ടെ. ജസ്റ്റ് ടു ഗുഡ്, ജസ്റ്റ് ടു ഗുഡ്. കൊച്ചിയിൽ കിട്ടുന്ന സൂഷീസിനെ കാട്ടി ബെറ്റർ. കൊച്ചിയിൽ ഇത് ലിറ്റിൽ സോയ്, യൂമി, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ടല്ലോ, അതിനൊക്കെ കാട്ടി ബെറ്റർ ആണ്. ആ ചൈനീസ് ജാപ്പനീസ് ഫുഡാണെങ്കിലും ആ ഒരു ഓറിയന്റൽ ടച്ച് വരുമ്പോൾ ആ ഒരു ഷെഫിന്റെ ഒരു കുക്കിംഗ് ഫിനാസ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ദ ഫ്രഷ് സാൽമന്റെ സ്മോക്ക് ടേസ്റ്റ്, അതിനോട് കുറച്ച് ക്രീം ചീസ്, നല്ല ഉമാമിയുള്ള റൈസ്, സൂപ്പർ. ആൻഡ് ആ റാഡിഷ് പാലറ്റ് ക്ലെൻസർ പോലെ കഴിക്കാം. ഇത് ഇവരുടെ ഒരു ബീഫ് വിത്ത് എഗ് ആൻഡ് ഫംഗായി ആണ്. ലൈക്ക് സ്റ്റർ ഫ്രൈഡ് ആണ്. ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഡിഷാണ്. ബട്ട് ദിസ് ഡിംസം ഇസ് സോ പെർഫെക്റ്റ്. നമുക്ക് പ്രിയ തണുപ്പത്ത് പോകുമ്പോൾ പ്രിയയുടെ ചീക്സ് എങ്ങനെയാണോ ആ കളറാണിത്. സോ ദീസ് ആർ ലൈക്ക് സ്പൈസി ചിക്കൻ ഡിംസംസ്. സോ ഇവരുടെ സ്റ്റർ ഫ്രൈഡ് ബീഫ് ആണ് വിത്ത് എഗ് ആണ്, സം ചില്ലീസ് ആൻഡ് ഓൾ. ശരിക്കും ചൈനയെ കഴിക്കുന്ന ഫീലിംഗ്. ഇന്ത്യനൈസ്ഡേ അല്ല, പക്ഷെ ചൈനയെക്കാട്ടി സ്പേസ് ഉണ്ട്, സ്പൈസി ആണ്. ഞാനിങ്ങനെ ഗ്രീൻ ചില്ലി റെഡ് ചില്ലി ഒന്നും അവിടെ അധികം ഉപയോഗിക്കുന്ന കണ്ടിട്ടില്ല. പക്ഷെ അധികം ഫ്ലേവേഴ്സ് ഇല്ലാതെ മീറ്റിന്റെയും എഗിന്റെ ഒക്കെ ഫ്ലേവർ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഡിഷസ് ആണ്. നല്ല ടെൻഡർ ലൈൻ ബീഫ്സ് ആണ്. സോ ഇറ്റ്സ് നോട്ട് ഡ്രൈഡ് ഔട്ട് അറ്റ് ഓൾ. യു ക്യാൻ ടേസ്റ്റ് എ ക്വാളിറ്റി ഇൻ ഈച്ച് ബൈറ്റ്. ഇപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറച്ചുപേരെ കണ്ടു, ഇവിടെ റെഗുലർ ആയിട്ട് വരുന്നില്ല. ഞാനൊരു ഇങ്ങനത്തെ ഫുഡിന്റെ കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് സ്ഥലം ഇവിടെ തന്നെയാണ്. അടിപൊളി ഫുഡ്, ഒരു രക്ഷയില്ല. അടിപൊളി കമ്പനി ആയിരുന്നു. നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ വന്നായിരുന്നു. ഇപ്പൊ സമയം 3:50, 4 മണിക്ക് എനിക്ക് മസാജ് എങ്ങനെ ചെയ്യും. വേദുവോ? നിരഞ്ജനയുടെ വീട്ടിൽ പോകുന്നുണ്ടോ? ഓക്കെ. സോ ഹാപ്പി. ആദ്യമായിട്ടാണ് പ്രിയക്ക് എന്തെങ്കിലും കിട്ടാതെ എനിക്ക് കിട്ടുന്നത് കേട്ടാ. സോ ഇവിടുത്തെ സ്പാ ഇസ് ടോട്ടലി ബുക്ക്ഡ് ഔട്ട്. ഒരു സ്ലോട്ട് കിട്ടി. അപ്പൊ സൻതാത്ത സ്പാ. ആഹാ. നമുക്ക് സ്പായിലേക്ക് കയറി കഴിഞ്ഞ ഉടനെ തന്നെ ഡ്രിങ്ക് ഒക്കെ തന്നിട്ട് ട്രീറ്റ്മെന്റ് ഒക്കെ സെലക്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാത്റൂം അവർ തരും. ഇവിടെ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്, സ്റ്റീം സോൺ എല്ലാം ഉണ്ട്. ദെൻ വി ഹാവ് എ പ്രൈവറ്റ് ചേഞ്ചിങ് ഏരിയ. ഇവിടെ അവർ നമുക്ക് മസാജിനായിട്ടുള്ള അണ്ടർവെയർസും അതുപോലെ തന്നെ എല്ലാ വാനിറ്റി കിറ്റും എല്ലാം ഉണ്ട്. സോ എവറിത്തിങ് സോ വെൽ പ്രെപ്ഡ് ആൻഡ് വെരി വെൽ ഓർഗനൈസ്ഡ്. ആ സ്പാ റൂമൊക്കെ വേറെ ഫീലാണ് കേട്ടോ. അതിൻ്റെ അകത്ത് കയറി കിടന്നാൽ തന്നെ ഉറങ്ങിപ്പോവും. ഒരു രക്ഷയില്ലാത്ത മസാജായിരുന്നു. നിങ്ങളവിടെ താമസിച്ചാലോ ഫുഡ് എല്ലാം ചെയ്യണം. ആക്ച്വലി താമസിക്കുകയും ചെയ്യണം, ഇവിടുത്തെ വന്ന് ഫുഡും ട്രൈ ചെയ്യണം. ഇവിടുത്തെ ബാർ റൂഫ് ടോപ്പിൽ ഞാൻ ലൊക്കേറ്റില്ല. ഇനിയിപ്പോൾ നേരെ അങ്ങോട്ട് പോകാൻ വിചാരിച്ചു സൺസെറ്റിന്റെ ടൈമിൽ. ഇന്ത്യയിലെ 30 ബെസ്റ്റ് ബാസിലൊന്നാണ് കേട്ടു. ബട്ട് മസാജ് ആൻഡ് സ്പാ, മൈ ഗോഡ്, ഓൾവേസ് ബുക്ക്ഡ് ഔട്ട്. അതിൽ കൂടുതൽ വേറെ എന്താ അറിയണ്ടേ, അത്രയും ഡിമാൻഡുള്ള സ്ഥലമല്ലേ. സോ പ്രിയ റിയലി മിസ് ദിസ് ഔട്ട്. നല്ല മസാജ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് സ്റ്റീം എടുത്തു, ഒരു കുപ്പി വെള്ളം കഴിച്ചു. ഇനി റൂമിലേക്ക് ഒന്ന് പോയി നേരെ റൂഫ് ടോപ്പിലേക്ക് പോകും. വേദു അപ്പം നല്ല മസാജ് ഒക്കെ ചെയ്തു. അമ്മ എന്ത് ചെയ്യായിരുന്നു? ആ കണ്ട. എന്നിട്ട് ഇപ്പൊ എഴുന്നേറ്റോ? ഇനിയും ചാച്ചു അല്ലേ? അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമല്ലേ ചാച്ചാൻ. അമ്മയ്ക്ക് ടയേർഡ് ആവുന്നുണ്ട് എപ്പോഴും. ആ അമ്മയുടെ ലൈഫ് അപ്പയും വേദു അല്ല. പി ഓക്കെ. പൂളുണ്ട്,
പക്ഷെ ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ വ്യൂ ഉണ്ട്. ക്ലബ് ഉണ്ട്, ഫിറ്റ്നസ് ജിം ഉണ്ട്. ഇത് ഭയങ്കര ജിമ്മാണല്ലോ ഇത്. എന്തൊരു ജിം! അപ്പൊ ഇത്രയും നല്ലൊരു ജിം ഇവിടെ കണ്ടിട്ടേ ഇല്ല ഒരു ഹോട്ടലും. കൊച്ചിയിലെ ഗ്രാൻഡ് ഹയാത്തിലുണ്ട്. ബ്യൂട്ടിഫുൾ. എന്തോരം എക്യുപ്മെന്റ്സ് ഇത്. മുകളിൽ കണ്ട 4 TV സ്ക്രീൻസ് വെച്ചിട്ടുണ്ട് 4 സൈഡിലേക്ക്. യു ഹാവ് യുവർ ടവൽസ് ആൻഡ് ഓൾ ദി അമ്യൂണിറ്റീസ് ദർ ആൻഡ് ദി ജിം. വളരെ കിടിലൻ എക്യുപ്മെന്റ്സും. ടെക്നോജിം എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് എക്യുപ്മെന്റ് മാനുഫാക്ചർ തന്നെയാണ്. ടെക്നോജിമിന്റെ മെഷീൻസ് ആണ്. ആൻഡ് യു ഹാവ് ഓൾ ദ മെഷീൻസ് ആൻഡ് ത്രെഡ്മിൽസ് ആൻഡ് എവറിത്തിങ്. പൂളാണെങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. വലിയൊരു പൂളാണ്. ഇറ്റ്സ് ലൈക്ക് ഒരു ഓൾമോസ്റ്റ് ലൈക്ക് എ റിസോർട്ട് ഫീലിംഗ് യു ഗെറ്റ് ഓവർ ഹിയർ. കുറെ ഗ്രീനറി ഉണ്ട്. എന്തോരം ലൗഞ്ചേഴ്സ് ആണ് നോക്ക്, സൺ ലൗഞ്ചേഴ്സ്. ആൻഡ് ദെൻ ഇവിടെ ഒരു ലോൺ പോലത്തെ ഒരു ഏരിയ. ജസ്റ്റ് സോ പ്രിറ്റി, ടു പ്രിറ്റി ദിസ് ഏരിയസ്. സമാധാനമായല്ലോ ഇവിടെ ഇരിക്കാൻ പറ്റാതെ. എന്താ പറഞ്ഞവര്? അതുകൊണ്ട് ആൽക്കഹോൾ വല്ലതും കൊണ്ട് അപ്പൊ നമുക്കിവിടെ ഇരിക്കാൻ പറ്റില്ല. താഴെ പോയി കോഫി കുടിക്കാം. 6 എണ്ണം ഉണ്ട്. വേദം എല്ലാം കൂടെ കഴിക്കാനൊന്നും പോകുന്നില്ല. വിട്. ഫുൾ കഴിക്കോ? എന്നാ ഓക്കെ. സർപ്രൈസിംഗ്ലി അഫോർഡബിൾ ആണ്. ഈ 6 മാക്രൂൺസ് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. വാനിലയും ചോക്ലേറ്റ് ആയിട്ട് 300 റുപ്പീസേ വരുന്നുള്ളൂ. വേറെ എവിടെയും ഞാൻ ഇത്രയും റേറ്റ് പറഞ്ഞ മാക്രൂൺസ് കണ്ടിട്ടില്ല. ഇനി ഒരെണ്ണത്തിനാണോ 300 ഉണ്ടോ എനിക്കറിയില്ല. എന്താ ഇവര് ഓരോ കാര്യങ്ങളും കൂടുതൽ സ്പെഷ്യലാക്കി വരുവാണല്ലോ. ഐ ഹാവ് നെവർ സീൻ ഇൻ കേരള ഫിൽറ്റർ കോഫി ഇത്രയും ഭംഗിയായി സെർവ് ചെയ്യുന്നത്. മുറുക്ക് ആൻഡ് ഒരു അടിയിൽ നല്ലൊരു ഗോൾഡൻ ട്രേ ആൻഡ് ഓബ്വിയസ്ലി ദ പ്രോപ്പർ ഫിൽറ്റർ കോഫി ഡിസൈൻ. ഹാപ്പി സ്റ്റോറി കൊടുക്കും ഇങ്ങനെ. എത്ര ആൾക്കാർ വരുമെന്നറിയോ? ബെസ്റ്റ് ഫിൽറ്റർ കോഫി ഇൻ ടൗൺ. കാപ്പി അടിക്കാനേ സമയം കാണുള്ളൂ. ബ്യൂട്ടിഫുൾ കേട്ടാ, സത്യമായിട്ടും. സാധാരണ നമുക്ക് നല്ല റിസോർട്ട്സ് ഒക്കെ പോകുമ്പോ ചില ഫുഡൊക്കെ ഓക്കെ, പക്ഷെ ഇത് എല്ലാം കോഫി ആണെങ്കിലും ഇപ്പോഴത്തെ മാക്രോൺസ് ആണെങ്കിലും ഉച്ചത്തെ ചൈനീസ് ആണെങ്കിലും എല്ലാം വേറെ ലെവല്. മുറുക്കോ കൊള്ളാവാ, അടിപൊളി കേട്ടാ. ഇനിയിപ്പം ഡിന്നർ എന്താണെന്നും കൂടെ ചെക്ക് ചെയ്യണം. നാളെയാണ് സംഭവം. അടുത്ത വ്ളോഗിൽ ഇവിടുത്തെ ഹോട്ട് പോട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ടൈം ആണ് നമ്മൾ ഇന്ത്യയിൽ ഹോട്ട് പോട്ട് ട്രൈ ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ്ലി നാളത്തെ ഇവിടുത്തെ ഡിന്നർ ഢാബ തീമ. ഢാബ പഞ്ചാബി ഢാബ തീമ. അപ്പൊ ഭയങ്കര സംഭവമായിരിക്കും നാളത്തെ വ്ളോഗ്. പിന്നെ നമ്മുടെ തങ്കുവിന്റെ പിറന്നാൾ കേക്ക് കട്ടിംഗ് ഒക്കെ ഇല്ലേ? ഹലോ തങ്കു, സുകുമാരി വിളിക്കുന്നല്ല തങ്കു. ആ ക്ലിപ്പ് ഞാൻ ഇവിടെ പറ്റുമെങ്കിൽ ഇടാം. തങ്കു പറ്റേത്. ഗൈസ്, അപ്പൊ ഡിന്നർ നമ്മൾ ഇന്ന് ഇവിടെ മലബാർ കഫേയിലാണ്. ആൻഡ് പ്രിയക്ക് സ്പാന്റെ സ്ലോട്ട് കിട്ടി. അതിനുള്ള ഭാഗ്യം കൂടി ഉണ്ട്. സോ ഇന്ന് ഇവിടുത്തെ ബുഫേ ആണ്. ലൈറ്റായിട്ട് കഴിക്കുക, എന്നിട്ട് പോവാ. സ്പെഷ്യലൊന്നല്ല, സാധാരണ ഒരു ഡിന്നർ ബുഫേ ആണ്. എന്നാലും അത്യാവശ്യം സ്പ്രെഡ് ഉണ്ട്. ഇവിടെ കുറെ സാലഡ്സ് ഉണ്ട്, നല്ല ഫ്രഷ് സാലഡ്സും അതിനുള്ള ഡ്രസ്സിങ്ങും സംഭവങ്ങളൊക്കെ. പിന്നെ ഇവിടെ നമ്മുടെ ഡിപ്സ് ഉണ്ട്. സോ യു ഹാവ് യുവർ ഹമൂസ് ആൻഡ് ബാബ ഗനൂഷ്, റൈത്താസ് ആൻഡ് പീറ്റ ബ്രെഡ്സ് ആൻഡ് ബ്രെഡ് ടോസ്റ്റ് ഒക്കെ. ഡിസേർട്ട് ഒക്കെ ഉണ്ട്, അപ്പം ഉണ്ട്. ഇവിടെ ലൈവ് നമുക്ക് ഫിഷ് ഗ്രിൽ ചെയ്ത് തരും. മായും കെളിമീനാണ് ഇന്നുള്ളത്. ഇവിടെ നമ്മുടെ നോൺ വെജ് മെയിൻ കോഴ്സ് ബീഫ് ഫ്രൈ, ലസൂൺ മുർഗ്, മീൻ പൊരിച്ചത്, ഫിഷ് പോപ്പേഴ്സ്, ചിക്കൻ ലോലിപോപ്പ് ആൻഡ് ഒരു നോൺ വെജ് സൂപ്പ് ഉണ്ട്. ആൻഡ് ഇവിടെയൊക്കെ കുറെ വെജ് സ്റ്റാർട്ടേഴ്സും വെജിന്റെ മെയിൻ കോഴ്സ് ഒക്കെയാണ്. ഇവിടെ കുറച്ച് കോണ്ടിനെന്റൽ ഐറ്റംസ് ആണ്. സോ യു ഗോട്ട് യുവർ ലാം ബോൾസ് ആൻഡ് ഒരു ഗ്രിൽ ചിക്കൻ. ആൻഡ് ഇവിടെ ഒരു ഇത് കൊള്ളാലോ, നോർത്ത് ഇന്ത്യൻ മട്ടൻ കറി. പിന്നെ അത് തന്നെ നോർത്ത് ഇന്ത്യൻ ഡിഷസ് ഉണ്ട്, വെജ്. 5 കൗണ്ടേഴ്സ് ഉണ്ട്. അപ്പം, പാസ്താസ്, ബ്രെഡ്സ്, നാന്, അങ്ങനത്തെ ഐറ്റം. നമ്മുടെ കേരള ഫുഡ് ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആണ്. മട്ടൻ ബിരിയാണി ഉണ്ട്, നോക്ക് തേങ്ങ അരച്ച മീൻ കറി, സോ ഗുഡ് നോ. അതുപോലെ തന്നെ നാടൻ കോഴിക്കറി, പിന്നെ നമ്മുടെ കേരള റൈസ്, തോരന്, ഇത് ഒരു ആലപ്പി വെജിറ്റബിൾ കറി. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എല്ലാ ക്യൂസീനും കവർ ചെയ്യുന്നുണ്ട് ഇവിടെ. ആൻഡ് യു ഹാവ് ലോട്ട്സ് ഓഫ് ഡിസേർട്സ് ഓൾസോ.
അത്ര ഐറ്റം ഉള്ളതുകൊണ്ട്. Take and see what I took. എന്താ പ്രിയ ഇത്? ഇത്ര ഐറ്റം ഇരുന്നിട്ട് എടുത്തിരിക്കൊണ്ട് വന്ന സാധനം നോക്ക്. വേഗം ആവട്ടെ. അപ്പവും ഫിഷ് കറിയും കഴിക്കും. അപ്പവും മീൻകറിയും. നല്ല മീൻകറി ഉണ്ട്, അപ്പവും കൂടെ കൂട്ടിച്ചേർത്ത സെറ്റാ. മട്ടൻ ബിരിയാണി ഉണ്ട്. ഇത് ആക്ച്വലി ഒരു ബെറി കേക്ക് ആണ്. ചോക്ലേറ്റ് കേക്ക്, വൈറ്റ് ചോക്ലേറ്റ്, വാനില കസ്റ്റേർഡ്, ഇതൊരു പ്യുർ ടാർട്ട്, റാസ്ബെറി മൂസ്, ചോക്ലേറ്റ് കേക്ക്. ഓ ഇത് നോക്ക്, ചോക്കോ ബ്ലാസ് ക്രീം, സിട്രസ് ലെമൺ, ഗ്രീൻ ആപ്പിൾ ടാർട്ട് ആൻഡ് ചെറി പിസ്താഷ്യോ. അല്ലാതെ അവിടെ ഇനിയും ഉണ്ട് കേട്ടോ, ലഡു, കേസരി, ഫ്രഷ് ഫ്രൂട്ട്സ്, ഐസ്ക്രീംസ്, ബർഫീസ്, അതെല്ലാം ഉണ്ട്, ഇൻക്ലൂഡിങ് അടപ്രഥമൻ. നൂറ് ഐറ്റംസാണ് നോക്കുന്നത്. അടിപൊളി. ഇതിൽ കുറച്ചേ നമ്മൾ കഴിക്കുന്നുള്ളൂ, വയറ് ഫുള്ളാണ്. ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, ഒന്നിലൊന്ന് വെച്ചോണ്. ഇത് ചിക്കൻ വിങ്സ്, ഒരു KFC ചിക്കൻ പോലത്തെ ഒരു സെറ്റപ്പാണ്. അടിപൊളി. ഇതിവിടെ ഒരു ടിക്കയാണ്, പക്ഷെ ഒരു ഗുണം എന്താ പറയുക, ടിക്ക വിത്ത് ബോൺ ആണ്. സോ വിത്ത് ബോൺ എന്ന് പറഞ്ഞാൽ എപ്പോഴും മോയിസ്റ്റ് ആയിട്ടിരിക്കും, ജ്യൂസി ആയിരിക്കും. എല്ലാം ബുഫേ ഫുഡ് പോലെ തോന്നിക്കില്ല. ഒരു ബുഫേ ഫുഡ് പോലെ തോന്നിക്കാത്തപ്പോ ആ ഫുഡിന്റെ വിജയമാണ്. നമ്മൾ എങ്ങനെയാണോ റെസ്റ്റോറൻറ്റിൽ ഓർഡർ ചെയ്യുന്നത് അതേ ക്വാളിറ്റിയിലും അതേ ഫിനിഷിലും കിട്ടുന്നത്. അതില് നമ്മുടെ മെയിൻ സാധനം എന്താ ഇന്ന് പറയുന്നത്, മജ്ജ. കേട്ടിട്ടുണ്ടോ? ആ, ഇതെങ്ങനെ കഴിക്കണ്ടേന്ന് അറിയോ? ഇതിങ്ങനെ എടുക്കുക, ആദ്യമേ ഒന്ന് പ്ലേറ്റിൽ കൂട്ടുക, അപ്പൊ അത് മിക്കവാറും വരില്ല. ആ, ബോൺമാരോ, ബാക്ക് ബോണോ? ആ, എന്നിട്ട് ആ അത് തന്നെ. ആ, എനിക്ക് ദുബായ് പോകാൻ ഉള്ള ഏറ്റവും ആഗ്രഹം ഈ ബോൺമാരോ സ്പെഷ്യലൈസ് ചെയ്ത കുറെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ബോൺമാരോ ബർഗർ, ബോൺമാരോ ബിരിയാണി, അങ്ങനെ. എനിക്ക് അതിനുവേണ്ടി ദുബായ് വരണം. ഐ ലവ് ബോൺമാരോ. അതുപോലെ തന്നെ ഓരോ സാലഡും വേണ്ട, ഒന്നും വേണ്ട, അധികം മസാലയൊന്നും ഇല്ലാതെ നല്ല വെൽ കുക്ക്ഡ് മട്ടൻ ബിരിയാണി. ഒട്ടും മസാലയില്ല, നല്ല കിടിലൻ മട്ടൻ. ട്വാൻഡ്രം വന്നിട്ട് പിന്നെ മട്ടനെ കുറിച്ച് കുറ്റം പറയുന്നവർക്ക് അടി കൊടുക്കണം. അത്രയും ബെസ്റ്റ് മട്ടൻ ട്വാൻഡ്രം തന്നെയാണ്. ബെറ്റർ ദാൻ ബീഫ് ആക്ച്വലി. ഒരു നാടൻ ബീഫ് ഉണ്ട്, പക്ഷെ ബീഫ് കണ്ട കുറച്ച് ചൗ പീസസ് പോലെ ഉണ്ട്. ആ സമയത്ത് മട്ടൻ നോക്ക്, നല്ല കീടിലെ മട്ടൻ. ബീഫിൽ കുറച്ച് അധികം ചൗ പീസസ് ഉണ്ട്, കുറച്ച് ഹാർഡാണ്. ബട്ട് മട്ടൻ ഇസ് ഔട്ട്സ്റ്റാൻഡിങ്. ഞാൻ ഡെസേർട്ട്സ് അധികം ഒന്നും എടുത്തില്ല, ജസ്റ്റ് ഒരു ചോക്ലേറ്റ് ബൈറ്റ്സ്, ഒരു റാസ്ബെറി മൂസ്, ഒരു ചോക്ലേറ്റ് ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞത്. കഴിച്ചു വയ്യാതെ ആയിപ്പോയി. ഇത് ഇവരുടെ ഒരു ഇതിൻ്റെ അകത്ത് എന്തോ ബ്ലൂബെറി ജാമൊക്കെ ഉണ്ടല്ലോ. നത്തിങ് ഔട്ട്സ്റ്റാൻഡിങ്. പക്ഷെ സാധാരണ ബുഫയ്ക്ക് വെക്കുന്ന കേക്കൊക്കെ ഭയങ്കര ഡ്രൈ ആയിരിക്കും. അതൊന്നും ആയിട്ടില്ല. ബട്ട് എനിക്കിഷ്ടമായില്ല, കാരണം കുറച്ച് പുളിപ്പുണ്ട് ആ ബ്ലൂബെറിയുടെ. പ്രിയക്ക് ഇഷ്ടപ്പെടും, എനിക്ക് അത്ര ഇഷ്ടമായില്ല. ഇത് നോക്കട്ടെ, ഇവരൊരു ചോക്ലേറ്റ് ബ്ലാസ്റ്റ്, അത് ഓൾമോസ്റ്റ് ഒരു ചോക്ലേറ്റ് മൂസ് വിത്ത് ക്രീമും അങ്ങനത്തെ ഒക്കെ ഒരു സംഭവമാണ്. കൊക്കോ പൗഡർ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇത് കൊള്ളാം. മധുരവും ഇല്ല, അതുകൊണ്ട് ഒരുപാട് ക്രീമിയും അല്ല. ഫുൾ ചോക്ലേറ്റിന്റെ കളിയാണ്. ചോക്ലേറ്റ് ക്രീം, ചോക്ലേറ്റ് മറ്റേ പൗഡർ, ചോക്ലേറ്റ് കേക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവം. ഒരു റോസ് റാസ്ബെറി മൂസ്, നൈസ് ടെക്സ്ചർ. ഇതും ഓവർ സ്വീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള, ഇതും കേക്ക് ഒന്നും ഡ്രൈ ആയിട്ടില്ല. ഓവറോൾ ഒരു നല്ല ഒരു ഡിന്നർ ബുഫേ. ഗൈസ്, അങ്ങനെ പ്രിയ സ്പായിലേക്ക് കയറി. ഞാൻ സ്വിമ്മിങ്ങിന് വരാൻ നേരിച്ച ഒരു ചെറിയ മഴ, എന്നാലും ഭയങ്കര ഗിൽട്ട്. അത്യാവശ്യം കുറച്ച് ഡയറ്റിലൊക്കെ പോവായിരുന്നു. എന്തായാലും മഴയാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് നേരം നീന്തിയിട്ട് തന്നെ ഇനി തിരിച്ചു പോയാൽ മതി എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ദ പൂൾ ലുക്സ് സോ അമേസിങ്. വെള്ളം നല്ല തണുപ്പായിരിക്കും. ഒരു 40-30 മിനിറ്റ്സ് നീന്തിയ ഒരു മെന്റൽ റിലീഫാണ്. എക്സസൈസ് ചെയ്തേ ജിമ്മിൽ പോവായിരുന്നു, പക്ഷെ ഇത്രയും കഴിച്ചിട്ട് ഇനി ജിം പറ്റില്ല. സ്വിമ്മിങ് വേണമെങ്കിൽ ഒന്ന് ചെയ്യാം. ഭാഗ്യത്തിന് മഴയിൽ നിന്നു പൂളിൽ കയറി. പൂള് വലിയ തണുപ്പില്ല കേട്ടോ, ശരിക്കും എന്തൊരു വിശാലമായ പൂളാണ്. നമുക്ക് ഞാൻ വീണ്ടും പറയുമ്പോൾ ഐ ജസ്റ്റ് കാൺട്ട് ബിലീവ് ദിസ് ഇസ് ഇൻ ദ സിറ്റി സെന്റർ.
അങ്ങനത്തെ നമുക്ക് ഒരു വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നില്ല, ഒന്നും കേൾക്കുന്നില്ല. ഫുഡ് ഹാസ് ബീൻ ഔട്ട്സ്റ്റാൻഡിങ്. സ്പാസ് ലൈക്ക് ടോപ്പ് നോച്ച്. റൂംസ് ആണെങ്കിലും എക്സ്ട്രീംലി സ്പേഷ്യസ്. ബെഡ് കിടന്ന് അപ്പോൾ ഉറങ്ങിപ്പോവും. നല്ല ടോയ്ലറ്ററീസ്. ഒന്നിലും നമുക്കൊരു കുറ്റമായിട്ട് പറയാനില്ല. അത്രയും ഒരു സെറ്റപ്പ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. നാളത്തെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ ചെക്ക് ചെയ്യണം. വേദു ചേച്ചിയുടെ വീട്ടിൽ പോയിരിക്കുകയാണ് കളിക്കാനായിട്ട്. അവിടെയും പോയി ഞാൻ സ്വിമ്മിങ് കഴിഞ്ഞിട്ട് പോയി പിക്ക് ചെയ്ത് വരുന്നതായിരിക്കും. ഗൈസ്, സോ സ്പാ കഴിഞ്ഞു. നല്ല വെതറായിട്ട്, ഒട്ടും ചൂടില്ല. നേരെ ചേച്ചിയുടെ അവിടെ പോയി വേദുവിനെയും പിക്ക് ചെയ്ത് വന്ന് ഇവിടെ എനിക്കൊന്ന് ഇലക്ട്രിക് ചാർജിങ് ഉണ്ടെന്ന് തോന്നുന്നു. കാർ ഒന്ന് ചാർജറിൽ കുത്തിയിട്ട് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങണം. നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുത്തെ ഇപ്പൊ ഒരു ഡിന്നറും മറ്റേ നമ്മുടെ ലഞ്ചൊക്കെ ഒന്ന് സ്റ്റാൻഡേർഡായി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നൊന്നര സംഭവമായിരിക്കും. അത് കൊച്ചിയിലെ ഗ്രാൻഡ് ആയതിന്റെയും ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയാണ്. എൻജോയ് ചെയ്താ? ഹാപ്പി ആയാ? കളിച്ച് ഇനിയും വിശക്കുന്നുണ്ടോ? ഉണ്ടാ? എന്താ കഴിച്ച മോൻ? ഓക്കെ, എന്നിട്ടും വിശക്കുന്നു? ഓക്കെ, നമുക്ക് അവിടെ പോയി കഴിക്കാം. അവിടെ ഫുൾ ടൈം ഫുഡ് കിട്ടും. ഹയാത്തില് ഫ്രീ ഒന്നുമല്ല. രാത്രി വീണ്ടും വിശക്കുന്നത് KFC വാങ്ങി പുതിയ പല്ല് വന്ന സന്തോഷത്തില് കഴിക്കുവാണ്. അപ്പൊ എല്ലാവരോടും ഗുഡ് നൈറ്റ് പറഞ്ഞേക്ക്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എഴുന്നേക്കണം കേട്ടാ. ഗുഡ് നൈറ്റ് പറ. ഗുഡ് നൈറ്റ്. സമയം 12:45. വിശക്കുന്നു. മോന് വിശന്നിട്ട് ഞാൻ ഇപ്പൊ KFC വാങ്ങി. അമ്മയ്ക്ക് വിശന്നിട്ട് ഇപ്പൊ താഴെ ഇതുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഈ വിശപ്പ് കേട്ടാ. അതുകൊണ്ട് തന്നെയാ. പിന്നെ എന്തായാലും അതും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യണല്ലേ. 24 hours cafe. പിന്നെ വ്ളോഗിംഗ് ഒരു പേർപ്പസും കൂടെ ഉള്ളതുകൊണ്ടാണ് വിഷമത്. രാത്രി നമുക്ക് ഇവിടെ ഹോട്ട് ചോക്ലേറ്റ് അങ്ങനത്തെ ഒന്നും കിട്ടില്ല. ഇവിടെ ഒരു മെനു ഉണ്ട്, ലിമിറ്റഡ് മെനു ആണ്. പക്ഷെ എന്നാലും ഐറ്റംസ് കുറേ ഉണ്ട്. നമുക്കൊരു സാൻഡ്വിച്ചസ്, അതുപോലെ തന്നെ പനീർ, നോർത്ത് ഇന്ത്യൻ ഡിഷസ്, അതുപോലെ തന്നെ സ്റ്റ്യൂ, ചിക്കൻ കറി, ബീഫ് ഒലത്തിയത്, സമോസ, സൂപ്പ്. പക്ഷെ ബ്രേക്ക് അതൊന്നും വേണ്ട. അപ്പൊ വാ, പോയി കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ ബുഫേ കഴിക്കാം. വേഗം എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ പോലും ഞാൻ പോവും. എനിക്ക് ഉറക്കം വരുന്നു. സോ ഗുഡ് മോർണിംഗ് ഗൈസ്, ഗുഡ് മോർണിംഗ് ഫ്രം ട്രിവാൻഡ്രം. ബ്രേക്ക്ഫാസ്റ്റ് കൂടെ നോക്കി എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പോവാം. ഇവിടുത്തെ ഒരു ഗുണം എന്താ അറിയോ, ഇന്ന് വീക്കെൻഡ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് 11 o'clock വരെ ഉണ്ട്. അപ്പോൾ പയ്യെ എഴുന്നേറ്റ് 10 മണിയൊക്കെ ആകുമ്പോഴാണ് വന്നത്. എനിക്കറിയാം ഞാൻ മാത്രമായിരിക്കും. അവർ രണ്ടുപേരും നല്ല ഉറക്കമാണ്. ഞാൻ പറഞ്ഞില്ലേ, ആ ബെഡും ഇവിടുത്തെ സൈലൻസും എല്ലാം കൂടെ വരുമ്പോൾ ഉറക്കം ഫസ്റ്റ് ക്ലാസ്. സർപ്രൈസിംഗ്ലി ബ്രേക്ക്ഫാസ്റ്റിന് അധികം തിരക്കില്ല. പക്ഷെ ഞാൻ വേഗം ഐറ്റംസ് ഒക്കെ കാണിക്കാം. ഇത് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. ഇതൊരു ചിക്കൻ കോഞ്ചി എന്ന് പറഞ്ഞൊരു ഐറ്റമാണ്. നമ്മൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലൊക്കെ കാണും. ഇതൊരു വെജിറ്റബിൾ ആൻഡ് സോയാ സൂപ്പ്, വെജിറ്റബിൾ നൂഡിൽസ്, ലെമണേഡ്, ബനാന ആപ്പിൾ മിൽക്ക് ഷേക്ക്, ഐസ് ടീ, എല്ലാം യുണീക്ക് ആയിട്ടുള്ള ഡ്രിങ്ക്സ് ആണ്. ആൻഡ് എവറിത്തിങ് ലുക്സ് ലൈക്ക് ഓൾ മറ്റേ ഒരു ക്വാളിറ്റി തോന്നിക്കുന്നുണ്ട് കേട്ടോ. And then so many cereals you have, low fat milk, full fat milk, skimmed milk, honey, കുറച്ച് നട്ട്സ്, സാലഡ് ഡ്രസ്സിങ്സ്, രാവിലെ തന്നെ ചീസും പീറ്റ ബ്രെഡ് ഒക്കെ അവൈലബിൾ ആണ്. ലൈവ് കൗണ്ടേഴ്സിൽ ഓംലെറ്റ്സ്, എഗ്സ് ബെനഡിക്ട്, എഗ് ഫ്ലോറന്റീൻ, ഒരു 7-8 ടൈപ്പ് എഗ്സ് ഉണ്ട്. ദെൻ യുവർ കോണ്ടിനെന്റൽ സ്പ്രെഡ്, ബേക്ക്ഡ് ബീൻസ്, ടൊമാറ്റോസ്, ചിക്കൻ സോസേജ്, പൊട്ടേറ്റോസ്, ഇതൊക്കെ അവൈലബിൾ ആണ്. ആൻഡ് ദെൻ നമ്മുടെ ഇഡ്ഡലി ആൻഡ് ഗ്രീൻ പീസ് ഇഡ്ഡലി, അത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഗ്രീൻ പീസ് വെച്ചുള്ള ഇഡ്ഡലി കണ്ട, ഒരു പച്ച ഇഡ്ഡലി ഉണ്ട്. ആൻഡ് വട, ഇതൊരു പൂജി, ഭാര്യയുടെ പൂജി, പൊങ്കൽ അവൈലബിൾ ആണ്. ആൻഡ് ദെൻ സാമ്പാർ, പൊങ്കൽ നല്ല തിളയ്ക്കുന്ന പൊങ്കൽ ആൻഡ് സാമ്പാർ ആൻഡ് ഒരുപാട് ടൈപ്പ് ചട്നീസ്. ഇങ്ങനെയാണ് ദോശയൊക്കെ സെർവ് ചെയ്യുന്നത് കേട്ടോ, ഇലയില്. പിന്നെ ഇവിടെ ഇതെന്താ സേമിയ ഉപ്മാവുണ്ട്, വെജിറ്റബിൾ കറി ആൻഡ് ദെൻ എഗ് മപ്പാസ്. ആൻഡ് ഇതൊരു സംഭവമാണ് ചിക്കൻ സ്റ്റ്യൂ, കാരണം അത്രയും ഡെലിഷ്യസ് സ്റ്റ്യൂ ആണ്. ഇന്നലെ ബുഫയ്ക്ക് കഴിച്ചായിരുന്നു. പഴം ആൻഡ് കടലക്കറി, പുട്ടും കടലക്കറി. ലൈവ് കൗണ്ടേഴ്സ് ആണ്. അപ്പവും ഇത് നോക്ക്, ബാക്കിൽ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ. എന്തൊരു രസം നോക്ക്, മഴ പെയ്യുന്ന ഒരു ഫീലിംഗ്. മഴയല്ല അത്. ആൻഡ് ദെൻ യുവർ അപ്പം, റാഗി ദോശ, വാഫിൾസ്, പാൻ കേക്ക്സ്, ഫ്രഞ്ച് ടോസ്റ്റ്, അതിന് തന്നെ പീനട്ട് ബട്ടർ, ബെറി കോംപോ, ലോഡ് ഓഫ് പെപ്പർ പാൻ കേക്ക്. അതാദ്യമായിട്ടാണ്. എന്തൊരു ഓപ്ഷൻസ് ആണ് നോക്ക്. ഇതിന്റെ മണമാണ് ഇവിടെ മൊത്തം വരുന്നത്. നമ്മുടെ സിനമോണൊക്കെ പോലത്തെ സിനമൺ റോൾ ഇവിടെ ഉണ്ട്. ആൻഡ് ബൺ കേക്ക്, പാ ചോക്ലേറ്റ്, ബനാന കേക്ക്,
എന്ത് രസമാണ് പേസ്ട്രീസ് ഒക്കെ. ഡാനിഷസ്, ക്രോസോൺസ്, മാംഗോ മഫിൻ, ചോക്ലേറ്റ് മഫിൻ, ബ്രിയോഷ് ആൻഡ് സിയമൺ. ബെർലൈൻഡർ പോലത്തെ ഒരു സംഭവം. സ്റ്റഫ്ഡ് വൺ മാംഗോ മഫിൻ ആണ്. പിന്നെ അവിടെ എല്ലാ ഫ്രൂട്ട്സും എല്ലാം അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് കോഫി ടീ ഒക്കെ അവിടെ ഉണ്ടാക്കി തരും. എവറിത്തിങ്. നോർത്ത് ഇന്ത്യൻ ഐറ്റംസ് മാത്രം കുറച്ച് കുറവായിട്ട് എനിക്ക് തോന്നി. ഇവിടെ ജ്യൂസസ് ഇല്ല. അത് ആദ്യമായിട്ടാണല്ലോ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ജ്യൂസസ് ഇല്ലാത്ത. ജ്യൂസസ് ഇല്ലാത്തതല്ല, ജ്യൂസസ് എല്ലായിടത്തും വെക്കുന്ന പോലെയല്ല, ഫ്രഷ് ആയിട്ട് ഇവിടെ അടിച്ചു തരുന്നത്. സോ ഇവിടുത്തെ നമുക്ക് ഫ്രഷ് ആയിട്ട് പറയുന്നത് വാട്ടർമെലൺ ആണെങ്കിലും പൈനാപ്പിൾ ആണെങ്കിലും ആപ്പിൾ, ബീട്രൂട്ട്, ക്യാരറ്റ്, ABC ജ്യൂസ് ആണെങ്കിലും ഒക്കെ ഫ്രഷ് ആയിട്ടാണ് ജ്യൂസ് ചെയ്ത് നമ്മുടെ ടേബിളിൽ കൊണ്ടുവന്ന് തരുന്നത്. ബ്യൂട്ടിഫുൾ ലുക്കിംഗ് ഒരു എഗ്സ് ബെനഡിക്ട്. ടർക്കി ഹാം. സാധാരണ ബേക്കൺ ആണ്, പക്ഷെ ഇവിടെ ബേക്കൺ ഇല്ലല്ലോ. ടർക്കി ഹാം, ദ ഹോളൻഡേസ് സോസ്, നല്ല ടോസ്റ്റഡ് ബ്രെഡ്. പെർഫെക്റ്റ് വേ ടു സ്റ്റാർട്ട് യുവർ ഡേ. എല്ലാ ഒരു റിച്ച് ഫ്ലേവറും. ഇത് ഒറ്റ ഒരെണ്ണം കഴിച്ചാൽ മതി ശരിക്കും. എനിക്ക് ഈ റണ്ണിങ് എഗ്സ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഒരു എഗ്സ് ബെനഡിക്ട് ട്രൈ ചെയ്ത് നോക്കണേ. I love this. ഈ റണ്ണി എഗ്സിന്റെ ഒരു ഫീലിംഗ്. എഗ്സ് ആണ് ഏറ്റവും സിമ്പിൾ ഡിഷ്, പക്ഷെ ഏറ്റവും പാടായിട്ട് കറക്റ്റായി കുക്ക് ചെയ്യാനുള്ളതും എഗ്സ് ആണ്. ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിലെങ്കിൽ മുട്ട ഒരു കാശിനും കൊള്ളില്ല, ഈവൻ ബോയിൽഡ് എഗ്. പിന്നെ ഇവരുടെ ബ്രെഡ്സ് ആണ് എനിക്ക് ഏറ്റവും അപ്പീലിംഗ് ആയി തോന്നിയത്. ഇവരുടെ സിനമൺ റോള് നോക്കട്ടെ. ഇറ്റ്സ് ലൈക്ക് ശരിക്കും വി ക്യാൻ ഫീൽ ലൈക്ക് യുവർ ഇൻ സിനമോൺ. ഒരിടയ്ക്ക് എൻ്റെ സിനമോൺ ആയിരുന്നു ഭയങ്കര അഡിക്ഷൻ. ഇത് അങ്ങനെ ഒരു സ്ഥലത്തും കഴിച്ചിട്ടില്ല. ഫീലിംഗ് ആണ്. ഇവിടെ ക്രോസ് ആണ്. ലുക്ക് അറ്റ് ദ ഫ്ലേക്കിനെസ്. ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ കണ്ട ഇങ്ങനെ ഇരിക്കണം. ഇറ്റ് ഇസ് സോഫ്റ്റ് ബട്ട് ഇറ്റ് ഇസ് സ്റ്റിൽ ഫ്ലേക്കി. And it's filled with chocolate. അടിപൊളി. ഇതിന്റെ അകത്തെ സ്റ്റഫിംഗ് മെല്ലാം ഉണ്ട്. സ്റ്റഫിംഗ് ഒന്നുമില്ല. ശരിക്കും നമ്മുടെ ചുറോസ് ഇല്ല, ചുറോസിന്റെ ഒരു ബൺ വേർഷൻ ആണ്. പക്ഷെ ഇതിനെക്കാട്ടി ഞാൻ പ്രിഫർ ചെയ്യുന്ന ഇത് രണ്ടും തന്നെയാണ്. പിന്നെ ഈ അപ്പം ശരിക്കും എനിക്കൊന്ന് ഒരു അൺഅപ്രീഷിയേറ്റഡ് ബ്രെഡാണ്. ഇത്രയും ഭംഗിയുള്ള ഒരു ബ്രെഡ് വേറെ ഇല്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഇപ്പൊ ഞാനും പൊറോട്ടയൊക്കെ ഭയങ്കര ഹൈപ്ഡപ്പ് ആണെങ്കിൽ പോലും ഒരു അപ്പം, എസ്പെഷ്യലി ആ തിൻ ക്രിസ്പി ഔട്ട്സൈഡ്, അതിൻ്റെ ഒരു മണം ആൻഡ് ദെൻ വിത്ത് സം ചിക്കൻ സ്റ്റ്യൂ, ഒരു അപ്രിസിയേഷൻ കിട്ടാത്ത ഒരു പാവമാണ് അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കോമ്പിനേഷൻ മാച്ച് മെയ്ഡ് ഇൻ ഹെവൻ, അപ്പം ആൻഡ് സ്റ്റ്യൂ. ഓക്കെ ഗൈസ്, സോ ഫസ്റ്റ് ഡേ ഇൻ ട്രിവാൻഡ്രം, അമേസിങ്. എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രം സിറ്റി ഞാൻ പറഞ്ഞ പോലെ ഇതിനെയും കാട്ടി നല്ലൊരു ഓപ്ഷൻ ഇല്ല. ഇവിടെ ഒന്ന് എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾക്ക് ഗൂഗിൾ, ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഗൂഗിൾ റിവ്യൂസ് ഒക്കെ എടുത്ത് നോക്കിയാൽ മതി. ദ ബെസ്റ്റ് സിറ്റി പ്രോപ്പർട്ടി ഇൻ ട്രിവാൻഡ്രം ആൻഡ് ഐ തിങ്ക് സോ ബൈ ഫാർ ആണ്. വലിയ മാതിരിയാണ്. ബ്യൂട്ടിഫുൾ ഫുഡ്, ബ്യൂട്ടിഫുൾ സർവീസ് ഫ്രം ദ ഹൗസ് കീപ്പിംഗ് ചെയ്യുന്ന ആൾ തൊട്ട് റെസ്റ്റോറൻറ്റിൽ തൊട്ട് ഫ്രണ്ട് ഡെസ്ക് തൊട്ട് വാലെ പാർക്കിംഗ് ചെയ്യുന്ന എല്ലാവരും, പ്ലസ് EV ചാർജിങ്ങും ഉണ്ട് ഇവിടെ. സോ ഐ തിങ്ക് സോ വേറൊരു ഓപ്ഷൻ നിങ്ങൾ നോക്കണ്ട. ഇഫ് യു ക്യാൻ സ്റ്റേ ഹിയർ, ഡെഫിനറ്റ്ലി കമൻറ്റ് സ്റ്റേ ഹിയർ. ട്രിവാൻഡ്രത്തുള്ളവർക്കും ഒരു സ്റ്റേക്കേഷന് പറ്റിയ സ്ഥലം കൂടിയാണ്. കാരണം ഇവിടുന്ന് വെളിയിൽ പോകണ്ട. ഫുഡ് ഇസ് അമേസിങ്. 24 hour കഫേ ഉണ്ട്, പൂൾ, ജിം ആൻഡ് എവറിത്തിങ് ഇസ് വേൾഡ് ക്ലാസ്. സോ ഹയാത്തിൽ താമസിച്ചവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നാളെ വേദുവിൻ്റെ പിറന്നാളാണ്, ചേച്ചിയൊക്കെ വരുന്നുണ്ട്. സോ വി ആർ ഗോയിങ് ടു ഹാവ് ഡിന്നർ ഹിയർ ആൻഡ് അമ്പലത്തിലേക്ക് പോകണം. പിന്നെ ഇവിടെ കുറച്ച് പുതിയ സ്ഥലങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്നുണ്ട്. പഴയ കൊച്ചിയല്ല എന്ന് പറയുന്ന പോലെ ട്രിവാൻഡ്രവും പഴയ ട്രിവാൻഡ്രം അല്ല എന്നാണ് ഇപ്പോൾ ഞാൻ കേട്ട് വരുന്നത്. സോ അതൊക്കെ നാളെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. ഹോപ്പ്ഫുള്ളി ഗൈസ് എൻജോയ് ടുഡേയ്സ് വ്ളോഗ് ആൻഡ് താങ്ക് യു ഫോർ സ്പെൻഡിങ് എ വാല്യുബിൾ ടൈം വിത്ത് us. നമുക്ക് വേറൊരു നല്ല വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.